എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീമിയം സെലക്ഷൻ മന്ത്ലി എക്സ്പയറിയിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീമിയം സെലക്ഷൻ വീക്കിലി എക്സ്പയറി ആയിട്ടുള്ള ഒരു ഇൻഡിസസിൽ എങ്ങനെയാണ് നമ്മൾ പ്രീമിയം സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മളിവിടെ ബാങ്ക് നിഫ്റ്റി തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ബാങ്ക് നിഫ്റ്റിയാണ് നോക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മന്ത്ലി ആവറേജ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2500 പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത് വീക്കിലി എക്സ്പയറി. ഓക്കെ, വീക്കിലി എക്സ്പയറിയിൽ നമ്മൾ ഒരു പ്രീമിയം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 20 രൂപ അല്ലെങ്കിൽ 35 രൂപ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഏകദേശം എല്ലാം കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീമിയം സെലക്ഷൻ ഒരു 20 രൂപ 35 രൂപൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രീമിയം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ആവറേജ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും 1000 പോയിൻറ്റ്സിൻ്റെ മുകളിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 700-800 പോയിൻറ്റ്സിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഉള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം മന്ത്ലി ആവറേജ് 2500 അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ 4 ആഴ്ച, മാക്സിമം 5 ആഴ്ച ആണെങ്കിൽ പോലും 4 ആഴ്ച എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു 650-700 ആ ഒരു റേഞ്ചാണ് കാണുന്നത്. സോ ആ ഒരു 700 പോയിൻറ്റ്, അപ്പോൾ നമ്മൾ 700-800 അല്ലെങ്കിൽ 900 പോയിൻറ്റ്സിൻ്റെ ഉള്ളിൽ, മാക്സിമം 1000 പോയിൻറ്റിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ. ഓക്കെ, അതിൽ പ്രീമിയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, 10 രൂപയിൽ താഴെയുള്ള പ്രീമിയം നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു 700-800 പോയിൻറ്റ്സിൻ്റെ ഉള്ളിലാണോ ഈ പറയുന്ന ഒരു പ്രീമിയം വരുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വീക്കിലി എക്സ്പയറി എന്ന് എടുക്കണം എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് വീക്കിലി എക്സ്പയറി ഓരോ ദിവസവും ഓരോ എക്സ്പയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി എക്സ്പയറിയാണ്, ചൊവ്വാഴ്ചയാണെങ്കിൽ ഫിൻ നിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ച നിഫ്റ്റി, വെള്ളിയാഴ്ച സെൻസെക്സ്. സോ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 4 ഡേയ്സ് ഗ്യാപ്പ് വരത്തക്ക രീതിയിലുള്ള ഒരു എക്സ്പയറി എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും പ്രീമിയത്തിൻ്റെ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പുള്ളത് എടുക്കാതിരിക്കുക. കാരണം അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു തിങ്കളാഴ്ച ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എക്സ്പയറി ആവുന്നത് എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. തിങ്കളാഴ്ച ഒരു എൻട്രി എടുക്കുന്നത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ എക്സ്പയറി ആവുന്ന ഒരു ഇൻഡിസസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയുടെ എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് എക്സ്പയറി. അപ്പോൾ നമുക്ക് ICT കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ബുധനാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലേക്ക് എല്ലാ ആഴ്ചയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ഇത് അതിൻ്റെ അടുത്ത എക്സ്പയറി വരത്തക്ക രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, പിന്നെ DKയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. DK എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ്പയറിയുടെ അന്ന് DK സംഭവിക്കും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ദിവസവും DK സംഭവിക്കും. ഓക്കെ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, DKൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത് ടൈം ഫ്രെയിമിനെ കുറിച്ചാണ്. ടൈം ഫ്രെയിം വന്നിട്ട് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് 15 മിനിറ്റിലും അതുപോലെ 1 അവറിലും OBയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവറിൽ OBയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ എൻട്രി എടുക്കാം. ഓക്കെ, അതിൽ അടുത്തെത്തി അല്ലെങ്കിൽ അതിൽ നിന്നൊരു 1000 പോയിൻറ്റ്സ് താഴെയാണ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ എടുത്ത് ചാടി ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ടിങ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് മാക്സിമം ട്രേഡ് എടുപ്പിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സ് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്ത് ചാടി ട്രേഡ് എടുക്കാതിരിക്കുക. മാക്സിമം ആ ഒരു OBയിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. നമുക്കൊരു ട്രേഡ് മിസ്സായെങ്കിൽ പോലും നമുക്കത് പ്രശ്നമില്ല, കാരണം നമുക്ക് ലോസ് ആയില്ല എന്നൊരു കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് ഇരിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ. ഓക്കെ, ഈ 1 അവറിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളിതിൽ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അത് നിങ്ങൾ 4 അവേഴ്സോ 1 ഡേയോ നോക്കിയിട്ട് കറക്റ്റായിട്ട് എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പോയിൻ്റാണ് എൻട്രി ടൈം എന്ന് പറയുന്നത്. എൻട്രി ടൈം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ എന്ന് പറഞ്ഞു. എൻട്രി എന്ന് പറയുന്നത് ആ 1 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എടുക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ
ക്ലോസ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു 1 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്താലും അടുത്ത ക്യാൻഡിൽ മൂവ് ആകുമ്പോൾ ആദ്യം ഒന്നില്ലെങ്കിൽ ഒരു ഡൗണോ ഒരു അപ്പോ പോയിട്ടായിരിക്കും നേരെ റിവേഴ്സ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ, ഒറ്റയടിക്ക് വീഴുക, താഴേക്കും പോവുക അല്ലെങ്കിൽ മുകളിലേക്ക് കയറുക, അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറയുന്നത്. ഓക്കെ, നമ്മളിതിൽ ടാർഗറ്റ് പറയുന്നത് സെയിം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഇനീഷ്യലി 10%, 15%, 20% എന്ന രീതിയിലുള്ള ആ ഒരു ടാർഗറ്റ് തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീമിയം ഏകദേശം ഒരു 18 രൂപ, 20, 35 രൂപ ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഏതൊരു പ്രീമിയം കിട്ടുകയാണെങ്കിൽ പോലും നമ്മുടെ 10% എന്ന് പറയുന്നത് ആ ഒരു 1 രൂപ 2 രൂപ ആ ഒരു റേഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ക്യാപിറ്റൽ മിനിമം ഒരു 4500 രൂപ അല്ലെങ്കിൽ 5000 രൂപ ക്യാപിറ്റലായിരിക്കും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു 10% റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 450 രൂപ വരത്തക്ക രീതിയിലുള്ള ഒരു പ്രോഫിറ്റേ കാണുള്ളൂ. പക്ഷേ 450 രൂപ കാണുമ്പോൾ പോലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറില്ല. അതാണ് സത്യം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീക്കിലി എക്സ്പയറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് മാറ്റി പിടിക്കുന്നത് മാത്രം. പ്രീമിയത്തിലാണെങ്കിലും അതുപോലെ പോയിൻറ്റ്സ്, ഇത്ര പോയിൻറ്റ്സിൻ്റെ അപ്പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കണം. നമ്മൾ പെർസെൻറ്റേജ് ടാർഗറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിൽ പോലും നമുക്കൊരു സെർട്ടൺ പെർസെൻറ്റേജ് ലെവൽ വരുന്ന സമയത്ത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ ചില കേസിൽ നമുക്കിതിൽ ഉറപ്പാണ്, നമ്മൾ ഇട്ട രീതിയിൽ തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോകുന്ന ഉറപ്പാണെങ്കിൽ നമുക്ക് ഹെഡ്ജ് ചെയ്യാം. ഓക്കെ, ലോട്ട് സൈസ് ഇവിടെ ഒറ്റയടിക്ക് ഈ ഒരു 750 അല്ലെങ്കിൽ 250 ഇടുന്നതിന് പകരം 50 ഇട്ട് നമുക്കങ്ങനെ കുറച്ച് ഹെഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. എന്താ പറയുക, നമ്മളുടെ എൻട്രി കറക്റ്റാണ്, മാർക്കറ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ജ് ചെയ്തിട്ട് ഈ ഒരു പെർസെൻറ്റേജ് പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മന്ത്ലി എക്സ്പയറി, വീക്കിലി എക്സ്പയറി, പിന്നെ അതുപോലെ ഇൻട്രാഡേനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഇൻട്രാഡേ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും വെച്ച് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ഇനീഷ്യൽ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒരു പ്രീമിയം, ഏത് പ്രീമിയം സെലക്ട് ചെയ്യണം, എത്ര പോയിൻറ്റ്സ് പിടിക്കണം എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കുറച്ച് ടോപ്പിക് എന്ന് പറയുന്നത് എന്താ പറയുക, ഫോറക്സ് മാർക്കറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ്. കാരണം ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരു ധാരണയില്ലാതെ കുറേ പേര് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഫണ്ടഡ് അക്കൗണ്ട്സ്. അപ്പോൾ അതിൽ വരുന്ന റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, അവരുടെ ആർട്ടിക്കിളിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒരാളും ബോധേഡല്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തന്ന ശേഷം നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക. എന്ന ശേഷം എനിക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടത്, എങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് എനിക്ക് അത് കൊണ്ടുപോകേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ചുള്ള വീഡിയോസാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഫണ്ടഡ് അക്കൗണ്ട്സിൽ. പക്ഷേ അത് പുറത്ത് അവരുടെ ആ ഒരു ഫ്രണ്ട് ചാർട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സ്ക്രീനിൽ അവരുടെ വെബ്സൈറ്റിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ചെറുതായിട്ടൊന്നും ഒരു ഹിൻ്റ് എന്ന രീതിയിൽ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് കാണുന്ന സമയത്ത് അട്രാക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സ് എങ്ങനെയാണ്, ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ആ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ എന്താ പറയുക ബിസിനസ് രീതി എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി വരും വീഡിയോസിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് കണ്ട ശേഷം നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കാൻ നോക്കുക. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് പല ഫണ്ടഡ് ഫേംസുകാർ നടത്തുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് അതും കൂടി പറഞ്ഞു തരാം വരും വീഡിയോസിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.